പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 28ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 32-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നിൽ ആരുടെയെങ്കിലും ആലോചനയുടെ സ്വാധീനതയുണ്ടായിരിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരുപോലെയല്ല. ചിലർ ആരോടും അഭിപ്രായം തേടാതെ സ്വയം ചില തീരുമാനങ്ങളിൽ എത്തുന്നവരായിരിക്കും. മറ്റു ചിലർ സ്വയമായി ഒരു തീരുമാനം എടുക്കുവാൻ ശേഷിയില്ലാതെ മറ്റുള്ളവരുടെ ആലോചനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരും ആയിരിക്കാം. വേറെ ചിലർ ദൈവാലോചനയ്ക്കനുസരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരും അതിനായി ആലോചന അറിയിക്കുന്നവരുടെ അടുക്കൽ പോകുകയോ അല്ലെങ്കിൽ അവരെ വരുത്തി ദൂത് കേൾക്കുകയോ ചെയ്യുന്നവരായിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ചില ഗുണവും ദോഷവും ഉണ്ട്. എന്നാൽ ഒരു ഒരു ദൈവഭക്തൻ ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് നടക്കരുത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാളിൻ്റെയും ഭാവി കൃത്യമായി കാണുവാനും ഒരു കാര്യത്തിൻ്റെ അന്ത്യം നന്നായിരിക്കുമോ എന്ന് പൂർണ്ണമായി ഗ്രഹിക്കുവാനും ആർക്കും കഴിയുകയില്ല. നമ്മുടെ ഭാവി ശുഭപ്പെട്ടിരിക്കുവാനും നാം നടക്കേണ്ടുന്ന വഴിയെ നമ്മെ നടത്തുവാനും ദൈവത്തിൻ്റെ പക്കൽ ആലോചനയുണ്ട്. ആമേൻ. നീതിയോടെ ഭരണം നടത്തുവാനും ശരിയായി ജീവിക്കുവാനുമുള്ള ആലോചന നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ആമേൻ. ദൈവം ആലോചനയിൽ വലിയവനാകയാൽ നാം കാത്തിരുന്ന് ദൈവാലോചന പ്രാപിക്കണം. നാം ആരോടും ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുവാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് പ്രവർത്തിച്ചാൽ സമ്പൂർണ്ണ നാശമായിരിക്കും അതിൻ്റെ അവസാന ഫലം. ആമേൻ. സർവപ്രതാപിയായി ഇസ്രായേലിൽ ഭരണം നടത്തി വന്നിരുന്ന രാജാവാണ് ശലോമോൻ. തൻ്റെ മരണശേഷം അതേ പ്രതാപത്തോടെ രാജ്യഭാരം ഏറ്റെടുത്തത് തൻ്റെ മകനായ രെഹബയാം ആയിരുന്നു. എന്നാൽ അവൻ ദൈവകൃപയും പരിജ്ഞാനവും ഉള്ള വയോധികരുടെ ആലോചന തള്ളിക്കളയുകയും തന്നോടുകൂടെ വളർന്ന യൗവനക്കാരുടെ ആലോചന അനുസരിച്ച് ഭരണം നടത്തുവാൻ ഇടയായപ്പോൾ അത് നിമിത്തം അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു. ആമേൻ. രെഹബയാം ഏതുമില്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി തകർന്നു പോകുവാനിടയായി. യഹോവയുടെ ആലോചനയെ ഉപേക്ഷിച്ചത് നിമിത്തം തകർന്നുപോയ യഹൂദ രാജാവായിരുന്നു യഹോശാരം. ആമേൻ. യഹോരാം. ദൈവം അവനെ ബാധിച്ചു. സൗഖ്യം വരാതെ രോഗത്താൽ അവൻ്റെ കുടൽ പുറത്തു ചാടി അവൻ മരിച്ചു. അവൻ ആർക്കും ഇഷ്ടനാകാതെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അഗസ്യാവ് ദൈവാലോചന ശ്രദ്ധിക്കാതെയും അമ്മയുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചത് നിമിത്തം അവനൊരു ചതിയിൽ കൂടെ അകപ്പെട്ടു. തുടർന്ന് അവൻ്റെ ഗ്രഹത്തിൽ രാജ്യത്വം വഹിപ്പാൻ ശേഷിയുള്ള ഒരുത്തനുമുണ്ടായില്ല എന്ന ദൈവവചനത്തിൽ നിന്നും കാണുവാനിടയാകും. വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് ദൈവിക സംരക്ഷണത്തിൽ നന്മ അനുഭവിച്ചു കൊണ്ടിരുന്നവരായിരുന്നു മരുഭൂമിയിലെ ഇസ്രായേൽ ജനം. എന്നാൽ ബിലയാമിൻ്റെ ആലോചനയിൽ കുടുങ്ങി മോവാബിയ സ്ത്രീകളുടെ നൃത്തം കാണുവാൻ പോയ ഇസ്രായേൽ ജനം അരുതാത്ത ബന്ധങ്ങളിൽ കുടുങ്ങുകയും ദൈവത്തിൻ്റെ ശിക്ഷ ആ ജനത്തിൻ്റെ മേൽ വരികയും ചെയ്തു. ദൈവത്തിൻ്റെ ആലോചനയിൽ വിധേയപ്പെട്ട് ജീവിക്കേണ്ട ജനം ദുഷ്ടൻ്റെ ആലോചനയുടെ ചതി തിരിച്ചറിയണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ
ദുഷ്ടന്റെ ആലോചന തിരിച്ചറിയാതെ ജനം പാപത്തിൽ വീണ് ശാപത്തിലേക്ക് മാറുവാനിടയായി. ഡാൻസും സർക്കസും സിനിമയും മദ്യപാനവും മറ്റുല്ലാസങ്ങളും കാണുന്നതിലും അനുഭവിക്കുന്നതിലും പങ്കെടുക്കുന്നതിലും ചിലർക്ക് തെറ്റായി തോന്നുന്നില്ല. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ചതി നമ്മുടെ ജീവിതം തകർത്തു കളയുമെന്ന് നാം തിരിച്ചറിയണം. ഇന്ന് അനേക പെന്തക്കോസ് അനുഭവത്തിലായിരിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവർ സിനിമാ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുകയും രഹസ്യമായി മദ്യപിക്കുകയും ചെയ്യുന്ന നിരവധി പേർ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത് പിന്നത്തേതിലുള്ള ചതിയും പൈശാചിക തകർച്ചയ്ക്കും കാരണമായി തീരുമെന്ന് ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. എല്ലാ കാലങ്ങളിലും ബിലയാമിൻ്റെ ആലോചനയുടെ ശക്തി വ്യാപരിക്കുന്നതിനാൽ ദൈവവചനം ജാഗ്രതയോടെ ജീവിക്കണമെന്ന് ഈ പ്രഭാതം പരിശുദ്ധാത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്താൽ അഭിഷക്തനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ദാവീദ് എല്ലായ്പ്പോഴും ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നു. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നത് കൊണ്ട് താൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ചായിരുന്നു ശുശ്രൂഷകൾ ചെയ്തിരുന്നത് എന്ന് പരിശുദ്ധാത്മാവും സാക്ഷ്യം പറയുന്നു. ദൈവത്തെ സേവിച്ചിട്ടും താൻ ആഗ്രഹിച്ചതൊന്നും പ്രാപിക്കാതെയും ഗ്രഹിക്കാത്ത പല തിന്മകളും ജീവിതത്തിൽ നേരിടുകയും ചെയ്തപ്പോൾ ആസാബ് ദൈവസന്നിധിയിൽ ചെന്നു. ദൈവവുമായുള്ള സംഭാഷണത്തെയും തനിക്ക് ലഭിച്ച ദൈവിക ആലോചനകൾക്ക് തൻ്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ വലിയ സമാധാനത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ് ഒരു രാത്രിയിൽ ഒന്നും ലഭിക്കാതെ നിരാശനായി തീർന്ന് തൻ്റെ പടക് ശൂന്യമായി കിടക്കുന്ന അരികിൽ യേശു കർത്താവ് പ്രവേശിക്കുകയും പടകിലിരുന്ന് ജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അതിനുശേഷം യേശു തൻ്റെ ശിഷ്യനാകേണ്ട പത്രോസിനോട് ദൈവാലോചന പറയുകയും അതനുസരിച്ച് ആഴത്തിലേക്ക് വലയെറിഞ്ഞപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടം തൻ്റെ വലയിൽ ലഭിക്കുവാൻ ഇടയായി. പ്രിയ ദൈവവൈതലേ, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നാം പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാനിടയാകും. തൻ്റെ ആലോചനയിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരായി നിന്നാൽ നിശ്ചയമായും അനുസരണയോടുകൂടെ ദൈവാലോചന കേൾക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയാകും. കഴിഞ്ഞ നാളുകളിൽ ദൈവാലോചനകൾക്ക് വിശുദ്ധമായി നാം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ആ ദൈവാലോചന കേൾക്കാതെ നാം ഓടിയവരായിരിക്കാം. അനുസരിപ്പാൻ തയ്യാറാകാതെ മനസ്സ് വയ്ക്കാതെ നാം പ്രവർത്തിച്ചവരായിരിക്കാം. ദൈവാലോചനകൾക്കനുസരിച്ച് ദൈവവചനത്തിനനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ ഇന്ന് പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത് നമുക്ക് കാണുവാനിടയാകും. ആമേൻ. ദൈവാലോചന പറഞ്ഞു തന്ന് നമ്മെ ദിനവും നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആമേ സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് ഞങ്ങളെ ഉപദേശിച്ച് നടത്തുന്ന, നല്ല വഴി നടത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് ഇന്ന് പ്രഭാതം ഞങ്ങളെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ ഈ വചനത്തിൽ കൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ലോകമെമ്പാടുമായിരുന്നു കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും കർത്താവെ ദൃഷ്ടി വെച്ച് നടത്തുന്ന ദൈവ സാന്നിധ്യം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയോടുകൂടെ കർത്താവെ സ്തോത്രം, വേദനയോടുകൂടെ പലവിധമായ കഷ്ടതയുടെ നടുവിൽ കൂടെ അങ്ങയുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആമേൻ നല്ല ആലോചനക്കാരനായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ആലോചനയിൽ നടത്തിയിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എത്രയോ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കർത്താവെ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ആമേൻ ദുഷ്ടൻ്റെ ആലോചനകൾ കേട്ട് ആമേൻ തകർന്നു പോയ എത്രയോ ജീവിതങ്ങൾ കർത്താവെ ഈ ദിവസങ്ങളിൽ അവൻ ദൈവാലോചനകൾ തൻ്റെ കുഞ്ഞുങ്ങളെ ശക്തമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും
അനുഗ്രഹങ്ങളും ദൈവാലോചനകളിൽ കൂടെ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, അകത്തം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.